മണ്ണിലെ ഈറമുണ്ട്, മുൾക്കാട്ടിൽ പൂവുമുണ്ട്, നമ്പിനാൽ നാളെയുണ്ട്, കൈത്താങ്ക ജീവനുണ്ട്. മണ്ണിലെ ഈറമുണ്ട്. ഇറിറ്റേറ്റിംഗ് ആയിട്ട് മാമിന് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്താ ശരിക്കും? എന്നെ മനസ്സിലായോ? ആരാന്ന് പറയാവോ? കുറെ പേരിങ്ങനെ ചോദിച്ചു കഴിയുമ്പോ ഞാൻ കൃഷ്ണ തോറ്റു ഞാൻ ഭഗവാനെ. അത് കൊള്ളാം. ഇവിടെ ദാസേട്ടൻ വന്ന മൊമെന്റ് ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ദാസേട്ടൻ ആദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്തത് എങ്ങനെയാന്ന് പറയാം. കയറി വന്നപ്പോഴേ ഞാൻ പാടി സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ എന്ന് പറഞ്ഞ സാർ ദാസേട്ടൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ താങ്ക് യു. ശരി, മമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പറഞ്ഞ മാം ഏത് പാട്ട് പാടും? കൺഫ്യൂഷൻ. എടോ കുറുപ്പേ, തന്നെ കാത്ത് കാലം കയറുമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. വെറുതെ വെയിറ്റിംഗ് ചാർജ് കൊടുക്കണോ? അങ്ങ് ഒപ്പിട്ട് കൊടുത്തേര്. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമായി. ഭയങ്കര സ്ട്രെസ് വരുന്ന സമയത്ത് നമുക്ക് മാനസിക സംഘർഷമൊക്കെ വരുമല്ലോ. മാം എന്താ ചെയ്യുക ശരിക്കും? കളിയാണ്. ആരുടെ കൂടെ കളിക്കുക? അച്ഛൻ്റെ എന്താ കളിക്കുക? കഞ്ഞിയും കറിയും ഉച്ചകളി. ഹായ്, നമസ്കാരം. ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന അതിഥിക്ക് ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വൈക്കം വിജയലക്ഷ്മി മാമാണ്. മാം ഹലോ, നമസ്കാരം. 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 ഞാൻ ഇവിടെ ഇരിക്കുന്നത് വല്ലാത്തൊരു ഫീലിലാണ്. കാരണം എൻ്റെ ലൈഫ് ടൈം മൊമെന്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എനിക്ക് മാമിനെ കാണുമ്പോഴേ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് പാട്ടുകൾ, നല്ല മനോഹരമായ പാട്ടുകൾ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒക്കെ മുകളിൽ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു വിഷ്വലാണ്. അതായത് ഒരു 5-8 വർഷം മുന്നേ നമ്മുടെ ദാസേട്ടന്റെ മുമ്പിൽ മാം ഒരു സ്റ്റേജില് കസു പെർഫോം ചെയ്ത ഒരു മൊമെന്റ് ഉണ്ട്. അന്ന് കൂടെ ചിത്രാമ്മ ഉണ്ടായിരുന്നു, സുജാത മാം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് സ്റ്റേജിലേക്ക് വന്ന വിജയലക്ഷ്മി മാമിനെ ഞാൻ എക്സൈറ്റ്മെന്റ് ആണോ നെർവസ് ആണോ എന്നൊന്നും എനിക്ക് അറിയില്ല. അതെ, രണ്ടും കൂടെ ആയിരുന്നു. ആ മൊമെന്റ് ഓർക്കുന്നുണ്ടോ? അത് ഷാർജയിൽ വെച്ചായിരുന്നു. വിജയലക്ഷ്മി ദാസേട്ടന് ആദ്യം ഇൻസ്ട്രുമെന്റ് കണ്ടപ്പോ ദാസേട്ടന് പേടിയായിരുന്നു. കാരണം ഞാൻ ഊതുവാണെന്നുള്ള ധാരണയായിരുന്നേ. ശബ്ദം പോകുമോ എന്നൊക്കെ ഒരു പേടി, ഭയങ്കര പേടിയായിരുന്നു. പാവമുണ്ട്. അത് കസു മാത്രമല്ല, പാടുകയും ചെയ്തല്ലോ അല്ലേ? അതെ. അപ്പൊ ദാസേട്ടൻ ഞാൻ പറഞ്ഞു, ഞാൻ ഊതുവല്ല, പാടുവാണ്. നമ്മുടെ പാട്ട് തന്നെ ഇതിൽ വരുന്നത്. ഊതണില്ല ദാസേട്ട. ഊതുവാണെങ്കിൽ ഞാൻ ചെയ്യൂല. ശബ്ദം പോകുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുവേ ഇല്ല ദാസേട്ടാന്ന് പറഞ്ഞല്ലേ. അന്ന് ദാസേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ടേ, എന്റെ കൂടെ പാടണം എന്ന് കൊറേ പ്രാവശ്യം വിജി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പാടിയില്ലേന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? പാടിയില്ലേ? അതെ ചോദിക്കുന്നു. ആ പാട്ട് ഓർമ്മയുണ്ടോ മാമിന്? ജബുദീപ് ജലയാന്. നമുക്ക് ആ പാട്ട് പാടിയിട്ട് ഔദ്യോഗികമായിട്ട് തുടങ്ങാം അല്ലേ? രണ്ടുപേരി जब दीप जले आना, जब शाम ढले आना, जब दीप जले आना, जब शाम ढले आना, संकेत मिलन का फूल न जाना, मेरा प्यार ना इसराना, जब दीप जले आना, जब शाम ढले आना. എന്റെ അമ്മേ, എന്ത് രസമാണ് കേൾക്കാൻ. ഇപ്പൊ ദാസേട്ടന് ദക്ഷിണ കൊടുത്തിട്ടാണ് തുടങ്ങിയത്. ഇപ്പൊ താഴെ അച്ഛൻ സംസാരിച്ചപ്പോ പറയണ്ടായേ. അതെ അല്ലേ? ഓർമ്മയുണ്ടോ അന്ന് കണ്ടത്? 5 വയസ്സോ 6 വയസ്സുള്ള? ഓർമ്മയുണ്ടോ മാമിന്? പി വി ഹാളിൽ അല്ലേ? അതൊരു കാലമായിരുന്നു ദൈവമേ. ദാസേട്ടനെ ആദ്യമായിട്ട് കണ്ട ആ മൊമെന്റ് ഓർക്കുന്നുണ്ടോ? ഉണ്ട്. എന്തായിരുന്നു അത്? എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ പറയാൻ പറ്റില്ല. ദാസേട്ടനെ പിന്നെ മടിയിലിരുത്തി താലോലിച്ചു. 2 മണിക്കൂർ എന്നോടൊപ്പം ചെലവഴിച്ചു.
ഓ, പാട്ട് വരെ മാറ്റി വെച്ചു എന്ന് പറയണ്ടേ. ആ ഗാനമേള പെർഫോം അതൊക്കെ പിന്നെ ആദ്യം ദാസേട്ടൻ ഞാൻ കുഞ്ഞല്ല അപ്പൊ എങ്ങനെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, സംശയം അതെ അതെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി വളരട്ടെ അല്ലേ. ഇപ്പൊ കച്ചേരിക്ക് കൊണ്ടുപോകണ്ട, വളരട്ടെ എന്നൊക്കെ പറഞ്ഞു. അവിടെ അന്ന് എന്താ ദാസേട്ടന് മുമ്പിൽ പെർഫോം ചെയ്ത് എന്തായിരുന്നു? അന്ന് ക്ലാസിക്കലായിരുന്നു നമ്മുടെ മെയിൻ പ്രൊഫഷൻ തന്നെ. ദാസേട്ടൻ വിചാരിച്ചു സിനിമാ പാട്ട് വല്ലതും പാടുമെന്നാ വിചാരിച്ചു. അപ്പൊ ഞാൻ ക്ലാസിക്കൽ തായ യശോദ തോടി രാഗം ദാസേട്ടന്റെ കാസറ്റ് കേട്ടുള്ള പഠനമായിരുന്നു അന്നൊക്കെ. അതിനുശേഷം 7ാം വയസ്സ് മുതൽ ഗുരുമുഖത്തു നിന്ന് സംഗീത പഠനം ആരംഭിച്ചു. ദാസേട്ടന്റെ മുന്നിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോ ദാസേട്ടൻ എന്താ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? അത് വളരെ ദാസേട്ടന് സന്തോഷമായി. താഴെ ഒരു ഫോട്ടോ ഇരിക്കണ്ടേ, ദാസേട്ടന്റെ മടിയിലൊക്കെ ഇരിക്കുന്ന, വൈഫിന്റെ മടിയിലൊക്കെ ഇരിക്കുന്ന പ്രഭുചേച്ചി എല്ലാം വലിയ കാര്യമായിരുന്നു. അത്രയും ബന്ധമായി അല്ലേ, അത്രയും റിലേഷൻ. ഇപ്പോഴും അതുപോലെ തന്നെ ഞങ്ങൾ വിളിക്കാറുണ്ട്. അമേരിക്കയിലാണ് ഇപ്പൊ അദ്ദേഹം. അതെ 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 ഫോണിലൂടെ കീർത്തനം പഠിപ്പിച്ചു തരും. ദാസേട്ടന്റെ വീട്ടിൽ പോയി, ചെന്നൈയിലും പോയി അമേരിക്കയിലും പോയിട്ടുണ്ട്. ഇവിടെ 2 പ്രാവശ്യം വന്നു. ഇവിടെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ടല്ലോ ദാസേട്ടനുമായിട്ട് ഭയങ്കര തമാശ പരിപാടിയാണ്. ഈ മ്യാവ് എന്താണ്? മ്യാവ് പൂച്ച ഭയങ്കര ഇഷ്ടമായിട്ട് ദാസേട്ടനും എന്നൊക്കെ പറയും. അങ്ങനെയാണോ? ഹലോ പറയണതിന് പറയും മ്യാവ് ആണോ? ഹലോയും പറയും, അത് കഴിയുമ്പോൾ ഞാൻ പറയും. ദാസേട്ടനെ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര സീരിയസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളാണ്. അങ്ങനെയാണോ ദാസേട്ടൻ ശരിക്കും? അങ്ങനെയാണ്, പക്ഷെ എന്റെ അടുത്ത് മാത്രം അങ്ങനെ ഇല്ല, കുഴപ്പമില്ല. ചിലപ്പോൾ സീരിയസ് ആവുന്നാല് ഇങ്ങനെ പിന്നെ ഇനി എന്റെ അടുത്ത് പാടാൻ പറയരുത്, എന്റെ കൂടെ പാടണമെന്ന് പറയരുത്, കാരണം ഞാൻ പാട്ടൊന്നും ഓർത്ത് വെച്ചിട്ടില്ല, അതുകൊണ്ട് ഇനി മേലെ പറഞ്ഞ ഞാൻ മിണ്ടൂല എന്നൊക്കെ. സംശയങ്ങളൊക്കെ ചോദിക്കുമോ? ചോദിക്കും, അപ്പൊ പറഞ്ഞു തരും കേട്ടോ. പുസ്തകത്തിൽ നോക്കിയിട്ടാണെങ്കിലും വിളിച്ചെങ്കിലും പറഞ്ഞു തരും. എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. അതന്നെ, ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമല്ലേ ഇത്. ഹരിഹരൻ സാറിന്റെ കൂടെ മഴവിൽ അവാർഡ് ആയിരുന്നു തോന്നുന്നു 2024. അതേ തോന്നുന്നു. മറ്റേ തെറിയിലെ പാട്ട് ഹരിഹരൻ സാർ സ്റ്റേജിൽ പാടുന്നു. അപ്പൊ മാം താഴെ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇറങ്ങി വന്നിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ട് അന്ന് സൈന്ധവി മാം പാടിയ ആ പാട്ടിന്റെ ബാക്കി കൂടി മാം പാടുന്നു. അതും പാടിയായിരുന്നു വേറൊരു വോയിസിൽ. അത് പ്രീ പ്ലാൻഡ് ആയിരുന്നോ ശരിക്കും? അതെങ്ങനെയായിരുന്നു? അപ്രതീക്ഷിതമായിട്ട് ആദ്യമായിട്ട് നേരിട്ട് ലേമർഡിയനിലായിരുന്നു. അതിനു മുമ്പ് സി കേരളയിൽ വെച്ച് പിന്നെ അതിൽ ഫോണിൽ സംസാരിക്കുമായിരുന്നു ഹരിഹരൻ സാറുമായിട്ട്. നേരിട്ട് കാണുന്ന ലേമർഡിയൻ വെച്ചത് അപ്രതീക്ഷിതമായിട്ടാണ് ഓതിൽ രൂപ പാടിയത്. അത് പാടിയല്ലേ? അതൊന്ന് പാടുവോ എന്നാ ഹരിഹരൻ സാറിന് മുന്നിൽ പെർഫോം ചെയ്തത്? അത് ഞാൻ ഹെഡ് വോയിസിലാണ് പാടിയത്. എന്റെ അഴകിലേ അഗ്നിരേഖയെ വീഴുവാൻ വരും ശലഭമാണു ഞാൻ. ഇങ്ങനെ ഈ ഉഭയകുശല പറഞ്ഞപ്പോഴേ ഇപ്പൊ അതിൽ വളരെ നമ്മൾ ആ പാട്ട് നോക്കുകയാണെങ്കിൽ 4 വരിയാണ് മാം പാടിയിട്ടുള്ളത് അല്ലേ? പക്ഷെ ആ പാട്ടിന്റെ മൊത്തം ഹിറ്റിനേക്കാൾ ആ 4 വരി ഭയങ്കര ഹിറ്റാണ്. ഹിറ്റായത്. അതെ അതെ. അതിന്റെ റെക്കോർഡിംഗ് സമയമൊക്കെ ഓർമ്മയുണ്ടോ? അത് എങ്ങനെയായിരുന്നു എന്നുള്ളത്? ചെന്നൈയിൽ വെച്ചായിരുന്നു. അതവിടെ ചെന്ന് സംസ്കൃത പ്രൊഫസറാണ് ത്യാഗരാജൻ സർ. അദ്ദേഹം ഇങ്ങനെ ഓരോ വരി വീതം പറഞ്ഞു അങ്ങനെ റെക്കോർഡ് ചെയ്ത് 1 മണിക്കൂർ തീർന്നിട്ട പെട്ടെന്ന് തീർന്നായിരുന്നു. നേരത്തെ പഠിച്ചിട്ട് പോയതാണോ? അല്ല, അവിടെ ചെന്നപ്പോഴായിരുന്നു. ഭാഷ പ്രശ്നം ഉണ്ടായില്ലേ? ഇല്ല, നമ്മള് ഇപ്പൊ ശാസ്ത്രീയ സംഗീതം പാടുന്നതുകൊണ്ട് ഭാഷയുടെ വിഷയം വരുന്നത്. എല്ലാ ഭാഷകളും കൃതികളുണ്ട്. സംസ്കൃത് ആണെങ്കിലും മണിപ്രവാളം, മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ എല്ലാത്തിലും ഉണ്ട്. ഹിന്ദി, ബംഗാളി, അതൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടില്ല. അതൊക്കെ പാടുന്നതുകൊണ്ട് പിന്നെ എല്ലാ ഭാഷയിലും സിനിമാ ഗാനങ്ങൾ പാടി തുളു പാടിയിട്ടുണ്ട്.